വ്യാപാരം മുന്നോട്ട് നയിക്കാനും അവർക്കത് സഹായം നൽകി. Friends, access to drinking water is a problem in Kerala. When the NDA government began the Jal Jeevan Mission, only 25% of Kerala's households had tap water supply. Since the mission began, almost 20% of households all over nation got access to tap water connections. I'm sad to share that in Kerala, that number is only 4.5%. The reason for the slow progress is the poor attitude of the state government. In their desire of not giving Modi the credit, they are denying people the right to tap water connections. I want to tell them, please take all the credit, but do not make the people suffer. NDA will increase the speed of the Jal Jeevan Mission in Kerala. സുഹൃത്തുക്കളെ, കേരളത്തിൽ കുടിക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം അത് പല പ്രദേശങ്ങളിലും ഒരു വലിയ പ്രശ്നമാണ്. ദേശീയ NDA സർക്കാർ കേന്ദ്രത്തിൽ ജൽ ജീവൻ മിഷൻ തുടങ്ങിയപ്പോൾ കേരളത്തിലെ 25% വീടുകൾക്ക് മാത്രമേ കുടിവെള്ള കണക്ഷൻ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഈ പദ്ധതി ആരംഭിച്ച് രാജ്യവ്യാപകമായിട്ടുണ്ടാക്കിയിട്ടുള്ള പുരോഗതി 20% വീടുകളിലേക്ക് കൂടി ഈ വെള്ളമെത്തിക്കാൻ, കുടിവെള്ളം എത്തിക്കാൻ ഇത്രയും കാലം കൊണ്ട് നമുക്ക് സാധിച്ചു. പക്ഷെ കേരളത്തിൽ അത് രാജ്യവ്യാപകമായിട്ട് 20% എത്തിക്കാൻ കഴിഞ്ഞപ്പോൾ കേരളത്തിൽ അത് കേവലം 4.5% വീടുകൾ മാത്രമേ ഈ കുടിവെള്ളം ലഭ്യമാക്കുന്ന പട്ടികയിലേക്ക് കൂട്ടിച്ചേർക്കാൻ കഴിഞ്ഞുള്ളൂ. എന്താ കാരണം? കേരളത്തിലെ സർക്കാരിന്റെ നിസ്സഹകരണ മനോഭാവമാണ്. ഈ കേരളത്തിൽ വേണ്ടത്ര വേഗതയിൽ കുടിവെള്ളം ലഭ്യമാക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ പദ്ധതി, ആ പദ്ധതി പ്രാവർത്തികമാക്കാൻ കഴിയാതെ പോയത്. അതിന്റെ കാരണം, കുടിവെള്ളം എല്ലാവർക്കും കിട്ടിയാൽ അത് നരേന്ദ്രമോദിക്ക് ക്രെഡിറ്റ് ആവും, നരേന്ദ്രമോദിയുടെ അംഗീകാരമാകും ജനങ്ങളുടെ ഇടയിൽ. അതുകൊണ്ട് ജനങ്ങൾക്ക് കുടിവെള്ളം നിഷേധിച്ചുകൊണ്ട് നരേന്ദ്രമോദിക്ക് കിട്ടുന്ന അംഗീകാരം ഇല്ലാതാക്കാനുള്ള ശ്രമം, ആ ശ്രമമാണ് കേരളത്തിലെ സർക്കാർ നടത്തുന്നത്. അവരോട്, കേരളത്തിലെ സർക്കാരിനോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, അംഗീകാരം നിങ്ങളെടുത്തോ, പക്ഷേ ജനങ്ങളെ കഷ്ടപ്പെടുത്തരുത്, ജനങ്ങളെ ബുദ്ധിമുട്ടിലാക്കരുത്. നിങ്ങൾ അവർക്ക് വെള്ളം കൊടുക്കാനുള്ള സംവിധാനം ഉണ്ടാക്കൂ. ജൽ ജീവൻ മിഷൻ കുടിവെള്ളം ഈ രാജ്യത്ത്, ഈ സംസ്ഥാനത്ത് എല്ലാവർക്കും ലഭ്യമാക്കാൻ വേണ്ടിയിട്ടുള്ള വേഗതയോടുകൂടിയിട്ടുള്ള വികസനം, ആ വികസനം നടപ്പിലാക്കാൻ ദേശീയ ജനാധിപത്യ സഖ്യം പ്രതിജ്ഞാബദ്ധമാണ്. Friends, being here in this holy land, blessed by Swami Ayyappa, is special. Millions of devotees come here after observing a strict 41-day Vratam. That discipline and devotion make this land even holier. I bow down to Swami Ayyappa as well as appreciate the devotees of Swami Ayyappa. From Swami Ayyappa, we learn the importance of doing good to others and being compassionate. സുഹൃത്തുക്കളെ, സ്വാമി അയ്യപ്പനാൽ അനുഗ്രഹീതമായിട്ടുള്ള ഈ പുണ്യമായിട്ടുള്ള ഭൂമിയിൽ, ഈ മണ്ണിലെത്തുന്നതിൽ എനിക്കേറെ സന്തോഷമുണ്ട്. ഇവിടെ 41 ദിവസത്തെ കഠിന വ്രതമെടുത്തുകൊണ്ടാണ് ദശലക്ഷക്കണക്കിന് അയ്യപ്പ ഭക്തർ അയ്യപ്പന്റെ ദർശനത്തിനായിട്ട് എത്തുന്നത്. അവരുടെ സമർപ്പണവും വിശ്വാസവും അത് ഈ ഭൂമിയെ കൂടുതൽ പുണ്യമാക്കുന്നു, കൂടുതൽ പവിത്രമാക്കുന്നു. ഞാൻ സ്വാമി അയ്യപ്പന്റെ മുന്നിൽ ഞാൻ പ്രണമിക്കുന്നു. അതോടൊപ്പം അയ്യപ്പനെ കാണാനെത്തുന്ന ദശലക്ഷക്കണക്കിന് അയ്യപ്പ ഭക്തരുടെ മുന്നിൽ, അവരുടെ മുന്നിൽ ഞാൻ ശിരസ് നമിക്കുന്നു.
സ്വാമി അയ്യപ്പനിൽ നിന്ന് എങ്ങനെ സഹോദരന്മാർക്ക്, സഹജീവികൾക്ക് അവരോട് എങ്ങനെ നല്ല കാര്യങ്ങൾ ചെയ്യണം, അവർക്കെങ്ങനെ നന്മ വരുത്തണം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി. എങ്ങനെ അവരോട് സഹാനുഭൂതിയോടുകൂടി പെരുമാറണം എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കി. But what had the LDF done? First, they tried to distort the picture and the image of Kerala and try to show Kerala culture as backward. Then they try to destabilize sacred places by using their agents to carry out mischief. The devotees of Swami Ayyappa, who should have been welcomed with flowers, were welcomed with lathis. I want to state clearly, the innocent devotees of Swami Ayyappa, they are not criminals. For decades, the left cabal had done everything to portray Indian culture in poor light. Their lies would not go on anymore. An imported and internationally rejected ideology will no longer be allowed to trample over the culture of our land. This is why Baba Saheb Ambedkar questioned if communism and free democracy can ever coexist. He said that communism is like a forest fire that will burn and consume everything. Earlier, now, and in the future, BJP Karyakartas will stand in the way of an effort to trample over the culture of our society. സുഹൃത്തുക്കളെ, ഈ ഇടതുപക്ഷക്കാർ എന്താണ് ചെയ്തത്? കേരളത്തിന്റെ സംസ്കാരത്തെ പിന്തിരിപ്പനാണെന്ന് ആക്ഷേപിച്ചു. അതിനെ തെറ്റായി ചിത്രീകരിച്ചു. ഇപ്പോ അവര് കേരളത്തിലെ പവിത്രമായിട്ടുള്ള സങ്കേതങ്ങൾ, പുണ്യകേന്ദ്രങ്ങൾ, ആ കേന്ദ്രങ്ങളെ തകർക്കാൻ അവരുടെ ഏജന്റുമാരെ വെച്ചുകൊണ്ട്, ഉപയോഗിച്ചുകൊണ്ട് അത് തകർക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ്. അയ്യപ്പ ഭക്തരെ ഊഷ്മളമായി സ്വാഗതം ചെയ്യുന്നതിന് പകരം അവരെ ലാത്തി ഉപയോഗിച്ചുകൊണ്ട് നേരിടുകയാണ് സർക്കാർ ചെയ്തത്. ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്, വളരെ വ്യക്തമായി പറയാൻ ആഗ്രഹിക്കുകയാണ്. സ്വാമി അയ്യപ്പന്റെ, ശ്രീ അയ്യപ്പന്റെ ഭക്തർ, നിഷ്കളങ്കരായിട്ടുള്ള ഭക്തർ, അവരാരും ക്രിമിനലുകളല്ല, അവരാരും കുറ്റവാളികളല്ല. ഭാരതീയ സംസ്കാരത്തെ തെറ്റായി ചിത്രീകരിക്കാൻ എക്കാലത്തും ശ്രമിച്ചവരാണ് ഈ ഇടതുപക്ഷക്കാർ. ഈ കള്ളത്തരങ്ങൾ അധികകാലം ഇനി വിലപ്പോവില്ല. ഇറക്കുമതി ചെയ്ത ഒരു തത്വസംഹിത, അന്താരാഷ്ട്ര തലത്തിൽ തിരസ്കരിക്കപ്പെട്ട ഒരു തത്വസംഹിത, ആ സംഹിതയുടെ പേര് പറഞ്ഞുകൊണ്ട്, ആ ആശയത്തിന്റെ പേരിൽ, ആ പ്രത്യയശാസ്ത്രത്തിന്റെ പേരിൽ ഈ നാടിന്റെ സംസ്കാരത്തെ ചവിട്ടുമെതിക്കാൻ ഒരു കാരണവശാലും അനുവദിക്കില്ല. അതുകൊണ്ടാണ് ഡോക്ടർ ബാബാ സാഹിബ് അംബേദ്കർ, ഭരണഘടനാ ശില്പിയായിട്ടുള്ള അംബേദ്കർ പറഞ്ഞു, ജനാധിപത്യത്തിന്റെ യുഗത്തിൽ കമ്മ്യൂണിസത്തിന് എന്ത് പ്രസക്തി എന്ന് അദ്ദേഹം ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, കമ്മ്യൂണിസം എന്നത് കാട്ടുതീ പോലെയാണ്. അത് സ്വയം നശിക്കും, സ്വയം എരിയും, ചുറ്റുമുള്ളതിനെയെല്ലാം ചുട്ട് ചാമ്പലാക്കും.
ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുകയാണ്. ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകർ എക്കാലത്തും, കഴിഞ്ഞ കാലങ്ങളിൽ, ഇന്ന്, നാളെ, എക്കാലത്തും ഈ നമ്മുടെ നാടിന്റെ സംസ്കാരത്തെ തകർക്കാനുള്ള, അതിനെ ചവിട്ടിമെതിക്കാനുള്ള ഒരു നീക്കത്തിനും അനുവദിക്കില്ല. ആ നീക്കത്തെ ചെറുത്തു തോൽപ്പിക്കും എന്ന് പറയാൻ ആഗ്രഹിക്കുക. Friends, our vision is inclusive, our work is extensive. We will further Kerala's progress and protect Kerala's culture. I urge you all to vote for NDA in large numbers. Thank you for coming to bless us in such a large number. Bharat Mata ki. സുഹൃത്തുക്കളെ, നമ്മുടെ കാഴ്ചപ്പാട് എല്ലാവരെയും ഉൾക്കൊള്ളുന്ന കാഴ്ചപ്പാട്. നമ്മുടെ പ്രവർത്തികൾ എല്ലാവരിലേക്കും എത്തുന്ന പ്രവർത്തികളാണ്. കേരളത്തിന്റെ വികസനവും കേരളത്തിന്റെ സംസ്കാരവും ഇത് രണ്ടും സംരക്ഷിക്കാനും മുന്നോട്ട് നയിക്കാനും കേരളത്തിന്റെ പുരോഗതി ഉറപ്പുവരുത്താനും വേണ്ടിയുള്ള പരിശ്രമങ്ങൾ നമ്മൾ നടത്തും. അതുകൊണ്ട് ഞാൻ എല്ലാവരോടും അഭ്യർത്ഥിക്കാൻ ആഗ്രഹിക്കുകയാണ്, ദേശീയ ജനാധിപത്യ സഖ്യത്തിന് വലിയ തോതിൽ പിന്തുണ നൽകാൻ എല്ലാവരും പിന്തുണ നൽകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഇന്ന് ഇത്രയും വലിയൊരു ജനസാഗരം ഇവിടെ എത്തി നമ്മളെ എല്ലാവരെയും അനുഗ്രഹിച്ചതിന് ഞാൻ നിങ്ങളോട് ഓരോരുത്തരോടും നന്ദി രേഖപ്പെടുത്തുകയാണ്. ഭാരത് മാതാ കി ജയ്. भारत माता की. भारत माता की. भारत माता की. बहुत बहुत धन्यवाद.